A4 സൈസ് പേപ്പർ എടുത്താ പോട്ട്. A4 സൈസ് പേപ്പർ വേണ്ട, ന്യൂസ് പേപ്പറെങ്കിലും ഉണ്ടോ? മതി ഇത്തവണത്തെ മഞ്ഞ് നമ്മളെ പേപ്പർ മഞ്ഞ് മതി. ഇനി ആകാശത്തുനിന്ന് പൊഴിഞ്ഞ് വീണിട്ടുള്ള മഞ്ഞ് അതൊന്നും വേണ്ടടാ. നമുക്ക് പേപ്പർ കൊണ്ടുള്ള മഞ്ഞ് മതി. നമുക്കുണ്ടാക്കാമോ? അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലൊരു പേപ്പർ വെട്ടിയെടുക്കുക. ഞാൻ ഇതിൽ 6 മഞ്ഞ് കാണിക്കുന്നുണ്ട്. 6ഉം 6 ടൈപ്പാണ്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ ഓരോന്ന് വെട്ടേണ്ടത് ഓരോ രീതിയിലാണ്, അതിൻ്റെ പാറ്റേൺ വേറെയാണ്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ട് കണ്ടാലും കുഴപ്പമില്ല. സ്പീഡ് കൂട്ടിയിട്ട് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പയ്യെ പറയണതായിട്ടും തോന്നൂല. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നിങ്ങൾക്ക് മഞ്ഞ് റെഡിയാക്കാനും പറ്റും. സോ സ്പീഡ് കൂട്ടിയാലും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യരുത്. കാരണം ഓരോ പോയിൻ്റ് മിസ്സാവും, നിങ്ങൾക്ക് പാറ്റേൺ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആദ്യം പേപ്പർ മടക്കാൻ പഠിക്കണ്ടേ? ഇതുപോലെയാണ് പേപ്പർ മടക്കേണ്ടത്. ഇത് മടക്കുമ്പോൾ 2 സൈഡും ഒരുപോലെ വരണം. ഒരുപോലെ വന്നില്ലെങ്കിൽ മഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കും പോലെ കിട്ടൂല. അതുകൊണ്ട് പേപ്പർ മടക്കാൻ ആദ്യം പഠിക്കുക. മനസ്സിലാകാത്തവർ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കുക. എന്നിട്ട് ഞാൻ ആദ്യത്തെ മഞ്ഞ് ഇവിടെ വരയ്ക്കുകയാണ്. ആദ്യത്തെ മഞ്ഞ് സിമ്പിളാണ്. നിങ്ങൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഇതാണ്. ചില മഞ്ഞ് കാണുമ്പോൾ ഇത് മഞ്ഞാണോ അതാ സ്പൈഡർമാൻ്റെ വലയാണോ എന്നൊക്കെ തോന്നും. എന്നാലും നമ്മളൊന്ന് മഞ്ഞുണ്ടാക്കാൻ പഠിച്ചിട്ടേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. നിങ്ങൾ അതൊന്ന് ചലഞ്ചായിട്ട് എടുത്ത് ഈ 6 എണ്ണവും നിങ്ങൾ ചെയ്ത് നോക്കണേ. സിമ്പിളാണ്. കുഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റും. പിന്നെന്താ നമുക്ക് പറ്റൂല? ഈ മഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തത്, ഇത് വെട്ടുന്നതിലും വരയ്ക്കുന്നതിലുമല്ല കാര്യം, ഇതെല്ലാം വെട്ടി വരച്ചെടുത്തതിന് ശേഷം നിവർത്തിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, എൻ്റെ അമ്മേ അത് സൂപ്പറാണ്. എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇത് ഏത് പാറ്റേണിലാണ് വിരിഞ്ഞ് വരുന്നത്. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇതെന്താണെന്ന്. ആ ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങളത് ചെയ്ത് നോക്കിയാലല്ലേ ആ ക്യൂരിയോസിറ്റി വരുള്ളൂ. ഇതിൽ കാണുന്നത് എൻ്റെ ക്യൂരിയോസിറ്റി അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വെട്ടുന്ന കാര്യമുള്ളൂ. വെട്ടുന്നത് സൂക്ഷിച്ച് വെട്ടുക. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഈ നമ്മുടെ മഞ്ഞ് ലാസ്റ്റ് പൊട്ടിയ വല പോലെ നിൽക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വെട്ടുക. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട ക്രിസ്മസ് കാർഡിൻ്റെ വീഡിയോ കണ്ടായിരുന്നു നിങ്ങളെല്ലാവരും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ കയറി കാണണേ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് റെയിൻ ഡ്രോപ്പാണ്. ഈ റെയിൻ ഡ്രോപ്പിൽ മെയിനായിട്ട് ക്രാഫ്റ്റ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോസും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ക്രിസ്മസ് ഒക്കെ ഏതുവരെ എത്തി? വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് തീർന്നോ? ഇനിയും ഡെക്കറേറ്റ് ചെയ്യാനുണ്ടോ? എൻ്റെ വീട് ഞാൻ ആദ്യമേ കാണിച്ചു തന്നല്ലോ. അത്രയും തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തത്. വേറെ ഒന്നും ഡെക്കറേറ്റ് ചെയ്തില്ല. ഇപ്പം തന്നെ പുണ്യാളൻ്റെ വീട് പോലെയാണ് എൻ്റെ വീട് ഇരിക്കണേ. അപ്പോൾ ഇതിൽ കൂടെ ഇനി ഇട്ടാൽ ശരിയാവത്തില്ല. സോ നമ്മൾ ഡെക്കറേഷനൊക്കെ നിർത്തി. നിങ്ങളുടെ ഡെക്കറേഷനൊക്കെ ഏതുവരെ എത്തി? ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് ക്രിസ്മസിന് പറ്റിയിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാടേ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് വർക്കൗട്ടാണോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിവർത്തി നോക്കി എടുക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീല് അതൊന്ന് വേറെയാണടാ. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് മഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അടുത്തതിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ മാത്രമാണ് ഞാൻ നല്ല സ്ലോയിൽ കാണിച്ചത്. അത് മടക്കുന്നതും വെട്ടുന്നതും വരയ്ക്കുന്നതും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കുറേ ജോലികളും തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലാഗ് അടിക്കുന്നത് ശരിയാണോ? ഒട്ടും ശരിയല്ല. അപ്പോൾ നമുക്ക് അടുത്തത് പെട്ടെന്ന് പോവാം. വരയ്ക്കുന്നു, വെട്ടുന്നു, നിവർത്തുന്നു, വരയ്ക്കുന്നു, വെട്ടുന്നു, നിവർത്തുന്നു. സിമ്പിളല്ലേ? കഴിഞ്ഞു. പിന്നെ ചർച്ചിൽ പോവും. ചർച്ചിൽ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. ക്രിസ്മസ് ട്രീ, കൂപ്പൺ, പ്രൈസ്, അങ്ങനെ ഒരുപാട്. പിന്നെ കേക്ക് കിട്ടും. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ വരുന്നുണ്ട്. എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷേ അത് കാണാനും കേൾക്കാനും നിങ്ങൾ വേണം. ഉണ്ടാവില്ലേ എൻ്റെ കൂടെ?
ഇത് ഈ മഞ്ഞിൻ്റെ പാറ്റേണിൽ ഇത് ഈ ഒരു പോർഷൻ ഒരു നമ്മളുടെ മറ്റേ ഈ മഞ്ഞിലൊക്കെ ഇരിക്കൂലേ ഒരു അപ്പൂപ്പൻ, ആ അപ്പൂപ്പൻ്റെ ഷേപ്പില്ലേ. പക്ഷേ ഞാൻ അങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വരച്ചിട്ടത് നോക്കുമ്പോൾ വേറൊരു ലെവലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. അല്ലാണ്ട് എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. ഇവിടെ എനിക്ക് മുന്നേ ഇങ്ങനെയാണ്, ജലദോഷം വന്നു കഴിഞ്ഞാൽ ചുമയും കാണും, സൗണ്ടും അടയും. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരു കുഴപ്പം. ഇവിടെ വേറെ ആർക്കും ഇങ്ങനെ ഇല്ലടാ. ഇങ്ങനെ സൗണ്ട് എന്തായാലും ആർക്കും അടയത്തില്ല. കുറച്ചെങ്കിലുമൊക്കെ സൗണ്ട് കാണും. എനിക്ക് ചില സമയത്ത് കാറ്റ് മാത്രമേ വരത്തുള്ളൂ സംസാരിച്ചാൽ. പക്ഷേ ഇപ്പം അത്രയ്ക്ക് കുഴപ്പമില്ല. എന്നാലും ഭയങ്കരത്ത് എഫേർട്ട് എടുക്കണം സംസാരിക്കാൻ. കുട്ടി കുട്ടി ക്രാഫ്റ്റുകളാണ് ഞാൻ ചെയ്തിടാറ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഈ ലോങ് വീഡിയോ ഇതുവരെയും കണ്ട് സഹകരിച്ച് ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. ഞാൻ ഇനി തൊട്ട് ഗായ്സ് എന്ന് പറയില്ല കേട്ടോ. കൂട്ടുകാരെ, കുട്ടികളെ എന്നൊക്കെ വിളിക്കുകയുള്ളൂ. അതിനൊരു റീസണുണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ടാറ്റാ.